ലൂമിനസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ്, നാലമ്പല ദർശനം തന്നെയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ 51-45 പോകുന്നത്. അപ്പം വഴിയുള്ള വീഡിയോസ് എല്ലാം കാണിച്ചു തരാം. നമ്മൾ പാർട്ടിക്കാരെ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി ഇച്ചിരി മോശമാണ്, കാരണം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കമ്പും കാര്യങ്ങളൊക്കെ തൂണ്ടെടുക്കണം, മരത്തിൻ്റെ ഇതരങ്ങളൊക്കെ അത് നോക്കിക്കൊണ്ട് പോകണം. റിസ്ക്കുള്ള വഴിയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ നാലമ്പലമാണ് ഈ പ്രാവശ്യത്തെ. കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിപ്പം ഫസ്റ്റ് തൃപ്രയാറാണ് നമ്മൾ പോകുന്നത്. തൃപ്രയാറ് കൂടൽമാണിക്യം, വാഴമേലെ മൂഴിക്കുളം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് പിന്നെ തൃപ്രയാറ് എന്നിട്ട് തിരിച്ച് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പം 12 മണി കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർ കയറുമെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെയാണ് ഈ പ്രാവശ്യം ഇറങ്ങുന്നത്. വലിയ കാണാനല്ല. നമ്മൾ പാർട്ടിക്കാരെ കയറ്റേണ്ട സ്ഥലത്തെത്തി. വയൽവാരം വെള്ളൂർ SNDP എന്നാണ് നമുക്ക് ട്രിപ്പ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ആൾക്കാർ കയറിയ നേരെ വണ്ടി എടുക്കുകയാണ് നമ്മൾ. ഇതിപ്പോൾ എവിടെ സ്ഥലം? സ്ഥലം എവിടെയാണ്? നമ്മളിപ്പോൾ പാലാരിവട്ടമാണ്. പാലാരിവട്ടം പാലം കാണാൻ പോകും. ഞാൻ പറയാല്ലേ, എവിടെ നിന്ന് തുടങ്ങിയതല്ലേ. ഒരു കിലോമീറ്റർ ഉണ്ട് പാലം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടപ്പള്ളി അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വഴി മോശം. തൃപ്രയാറ് വരെ വഴി മോശം. കുഴിയെന്ന് പറഞ്ഞാൽ മൂലവ് കുഴി. വീതിയുണ്ട്, വീതി. അവിടെ മറ്റേ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് വഴി മൊത്തം ഇതാണ്. അപ്പോഴേ 6 തന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ തുടങ്ങി. 5 മണിയാകുമ്പോഴത്തേക്കും ചെല്ലുമോ? ചെല്ലണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി തീർത്തും മോശമാണ്. കൽപ്പൊക്കെ ഇന്നലെ
ഈ ഒബ്രോമോൾ ഇപ്പുറത്തല്ലേ? ഇപ്പം പറഞ്ഞു പോകുന്നു. ഈ ഒബ്രോമോൾ അപ്പുറത്തല്ലേ? ലുലുമാള് റൈറ്റ് സൈഡിൽ ഇവിടെ നിന്ന് കടന്നു കഴിയുമ്പോൾ കാണാം. റൈറ്റ് സൈഡിൽ ഇതിനകത്ത് ലുലുവിൻ്റെ പാർക്കിങ് വെറുതെ പൈസ പോയി. ഇവിടെ ഇതാടയില്ലായിരുന്നല്ലോ. 2 മണിക്കൂറത്തേക്കാണ് ഞാൻ പിന്നെ 100 രൂപയ്ക്ക് കൊടുക്കും. ഈ വഴികളിലെ കുഴികളാണ് കാണാൻ പോകുന്നത്. ചെയ്താൽ മഴയത്ത് ചെയ്താൽ നിൽക്കത്തില്ല. ഡിക്കി ഒന്ന് നോക്കുവാണ് 2 ചായ കുടിച്ചോണ്ട് പോയതല്ലേ. ചായ ഡിക്കിക്കാൻ തിരുമ്പുണ്ട്. ഇതാ ഫ്രോൺസ് വണ്ടി. ഗ്യാപ്പില്ല, വലിയ ഇതില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുതിയ മോഡൽ എടുക്കുന്നത്. പിന്നെ ഫ്രോൺസ് വണ്ടി അതിന് 1 മാസം ഡിലേ ബുക്ക് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി അത് പുതിയ മോഡൽ ഇറങ്ങുക. 6 എയർ ബാഗുള്ള എർട്ടിഗയ്ക്ക് 2 എയർ ബാഗുള്ള വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 2025 കഴിഞ്ഞപ്പോൾ 26 തൊട്ട് പുതിയ നിയമം വരും. 6 എയർ ബാഗുള്ള വണ്ടി വേണമെന്ന് 7 സീറ്റർ വണ്ടികൾക്ക്. കണ്ണാടി എന്ന് പറഞ്ഞ വണ്ടി സ്പീഡ് മുമ്പിൽ അടിക്കണം. ഇന്ത്യൻ ഓയിൽ അടിക്കണം. എവിടെ നിന്നൊക്കെ അടിക്കാം. നോക്കിയിട്ട് തിരക്കില്ലാത്ത നോക്കി കയറാം. ഇന്ത്യൻ ഓയിൽ ആയിരിക്കും നല്ലത്. അല്ല ഭാരതി കയറാം. അപ്പം തൃപ്രയാറാകാൻ പോകുന്നു. 7 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പം ഡീസൽ ഇച്ചിരി അടിച്ചേക്കാം. വണ്ടി നേരത്തെ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തൃപ്രയാർ വരെ നമ്മൾ എത്തി. ഇപ്പം ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തി. 8 രൂപയുടെ ഡീസൽ അടിക്കുക. നമ്പർ കിട്ടും. അപ്പം ഡീസൽ അടിച്ച് നമുക്കിനി അമ്പലത്തിലേക്ക് ഒരു 7 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാൻ പോവാണ്.
ഇങ്ങനെ രണ്ടാമത്തെ അമ്പലമായ കൂടൽമാണിക്കത്തെ എത്തി. നമ്മളെ ക്രമത്തിനൊന്നും അല്ല പോകുന്നത്. കൂടൽമാണിക്കം എത്തി. കൂടൽമാണിക്യത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടെ നിന്ന് എപ്പോൾ തിരിച്ച് പുറത്തിറങ്ങുന്ന ഒരു അറിവുമില്ല. കാരണം അത്രയ്ക്ക് നല്ല ടൈറ്റ് ബ്ലോക്കായി. കഴിഞ്ഞ പ്രാവശ്യം വഴിയിലിടുമായിരുന്നു വണ്ടി. ഇപ്രാവശ്യം അവർ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടു. ഇവിടെ നിന്ന് എപ്പോൾ ഊരിപ്പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല ബ്ലോക്കാണ്, കട്ട ബ്ലോക്കാണ്. പുറകോട്ടും നല്ല ബ്ലോക്കാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം പായമേല് പോകാൻ. രക്ഷയില്ലാത്ത മഴ എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? വണ്ടിയാണ് എല്ലാ വണ്ടിയും കൂടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറി വന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ കിടക്കും. പാർട്ടിക്കാർ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഭയങ്കര മഴയാണ് ഇവിടെ. ഇനിയെല്ലാം കുടിച്ച് വണ്ടി വന്നു. ആൾക്കാരെല്ലാം വണ്ടിയിൽ ഏകദേശമായി. പക്ഷേ വണ്ടി മൊത്തം ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഉടനെ ഇവിടെ നിന്ന് ഇറക്കം കാണുമെന്ന് തോന്നുന്നില്ല. പായമൽ ക്ഷേത്രത്തിലെത്തി. നല്ല മഴയാണ്. മഴയ്ക്ക് ഒരു കുറവുമില്ല. ഇനി ഇവിടെ ആളെ ഇറക്കിയിട്ട് നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വണ്ടി കൊണ്ടിടാൻ വേണ്ടി നിൽക്കുക. വിളിക്കാം നമുക്ക്. നമ്മൾ മൂഴിക്കുളം ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലം കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു പള്ളിയുടെ അവിടെ ചെറുപുഷ്പം ദേവാലയത്തിൻ്റെ അവിടെയാണ് പാർക്കിംഗ് കിട്ടിയേക്കുന്നത്. അവിടെ പോലീസുകാർ പറഞ്ഞു വിടിയിക്കുകയാണ് വണ്ടി. ഇപ്പോൾ ഇനി ആളവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പോയി എടുക്കണം. അപ്പോൾ നമ്മൾ മൂഴിക്കുളം കഴിഞ്ഞ് സ്ഥലങ്ങളെല്ലാം ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിപ്പം നമ്മൾ പാമ്പാടിക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇതുവരെ മഴ ശമനമായിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് നമ്മുടെ തൃപ്പൂണിത്തുറ അടുത്ത്. അപ്പം ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി ഷെഡിലേക്ക് പോരും. ആളെ ഇറക്കിയിട്ട് അങ്ങനെ ആളെയൊക്കെ വന്ന് ഇവിടെ ഇറക്കി ഇനി തിരിച്ച് ഷെഡിലേക്ക് പോവുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.